വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഓക്കെ, രാജു പി നായർ ഇന്ന് എത്ര തീയതി? ഇന്ന് 11-ാം തീയതിയാണ്. ഇത് 7-ാം തീയതി ആയിരുന്നു അല്ലേ? ഇന്ന് 11-ാം തീയതി. 7-ാം തീയതി ആയിരുന്നു വാർത്താ സമ്മേളനം. 8, 9, 10, 11 4 ദിവസമായിട്ടുണ്ട്. 1,52,000 കള്ളവോട്ട്. ഏതൊക്കെ വഴിയിൽ? അച്ഛൻ്റെ പേര് ABCD എന്നുള്ള എത്ര വോട്ട്? വീട്ടുപേര് വട്ടപൂജ്യം എന്നുള്ള രീതിയിൽ എത്ര വോട്ട്? ഒറ്റമുറി വീട്ടിൽ 80 പേരെന്നടക്കമുള്ള എത്ര വോട്ട്? ഫോം 16 ദുരുപയോഗം ചെയ്തുണ്ടാക്കിയ എത്ര വോട്ട്? ഈ പറഞ്ഞ ശകുണ്ഠറായി അടക്കം എത്ര വോട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കമാന്ന് മിണ്ടിയിട്ട് ലേസി. ശകുണ്ഠറയുടെ കാര്യത്തിൽ തെളിവ് കൊണ്ടുവന്ന് രാഹുലിനോട് പറയുന്നതല്ലാതെ ശ്രീ രാജു പി നായർ അവിടെ കർണാടകയിൽ നിങ്ങളുടെ രാജണ്ണ മന്ത്രി രാജിവെച്ചതോട് ചേർത്ത് പറഞ്ഞോളൂ. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പ്ലാൻ, രാജു പി നായർ? ഹാഷ്മി, ആദ്യം ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയട്ടെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പരകാല പ്രഭാകരൻ എറണാകുളത്ത് വന്നിരുന്നു. അദ്ദേഹത്തിനായിട്ടൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ നടന്നു. ആ ഇൻറ്ററാക്റ്റീവ് സെഷനകത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഈ ഭാര്യ കേന്ദ്രമന്ത്രിയായി നരേന്ദ്രമോദിയുടെ എല്ലാ നയങ്ങളെയും തീരുമാനിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നു, അങ്ങ് ഭർത്താവ് എന്ന രീതിയിൽ ഇതിനോടെല്ലാം എതിർക്കും, നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ എന്ന് ചോദിച്ചു. അന്ന് പരകാല പ്രഭാകരൻ മറുപടി പറഞ്ഞത്, നിങ്ങളുടെ പക്വതയില്ലാത്ത കാര്യത്തിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല, എൻ്റെ രാഷ്ട്രീയത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ അല്ലെങ്കിൽ ചോദ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ പരകാല പ്രഭാകരന് പക്വതയും രാഷ്ട്രീയം എന്താണെന്നുള്ള ബോധ്യവുമുണ്ട്. ദൗർഭാഗ്യവശാൽ BJPയുടെ പ്രതിനിധി ശ്രീ യുവരാജ് ഗോകുലിന് അതില്ലാതെയായിപ്പോയി. ധനകാര്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും തമ്മിലുള്ള ഈഗോ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു വലിയ വാർത്തയാണ്. നിർമ്മലാ സീതാരാമൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് BJP അംഗീകരിക്കുന്നത് വലിയ വാർത്ത. പക്ഷേ ദൗർഭാഗ്യകരമായി പോയി. ഞങ്ങൾ ഒരിക്കലും അല്ലല്ല ഹാഷ്മി, അതല്ല നമ്മൾ രാഷ്ട്രീയമായൊരു അത് ഞാൻ പറഞ്ഞത് അത് മാന്യതയുടെ പ്രശ്നമാണ്. നമ്മളൊരു മനുഷ്യൻ എത്രമാത്രം മാന്യനാണ് എന്ന് അളക്കുന്നത് ഇത്തരത്തിലാണ്. കാരണം രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായി പറയുക, ആ രാഷ്ട്രീയം പരകാല പ്രഭാകരൻ പറയുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വന്തം നേതാവിൻ്റെ ഈഗോ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നതിന് തുല്യമാണ്. നമുക്കതിനകത്തൊന്നും പറയില്ല. പക്ഷേ ഞാനൊരു ചർച്ചയിലുള്ള മാന്യതയെക്കുറിച്ച് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്, വളരെയധികം ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. കാരണം ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ ആ പറയുന്ന മേൽവിലാസത്തിൽ പോയി ആ അപേക്ഷകൻ അവിടെ താമസിക്കുന്നുണ്ടോ എന്നും അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ രേഖകൾ പരിശോധിച്ച് അയാൾ അവിടെ താമസിക്കുന്നു ഉറപ്പ് വരുത്തിയിട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം പൂർത്തിയാക്കേണ്ടത് BLO ആണ്. ആ BLO ചെയ്യുന്ന കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വലിയ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലാണത്. ഇനി എനിക്ക് പെട്ടെന്ന് വന്നപ്പോൾ എനിക്കൊരു സംശയവും എൻ്റെ ആശങ്കയുമായി മാറുന്നത്, ഇന്ത്യയിലെ NIA, NSG, അതുപോലെ തന്നെ SPG, CRPF ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസ് ഇതിലും അതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സംരക്ഷണം ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നവരാട്ടോ. ഇതെല്ലാം ഡെപ്യൂട്ടേഷനിലാണ്. നാളെ ഏതെങ്കിലും ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ ഈ സർക്കാർ എഴുന്നേറ്റു എന്ന് പറയുമല്ലോ, ഞങ്ങളുടെ എല്ലാ ഡെപ്യൂട്ടേഷനാണ്, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പൊതു സ്വത്തുക്കളായ നേതാക്കന്മാരുടെ ജീവിതം തന്നെ ഇവരുടെ കയ്യിൽ എന്താവും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കൊരു ആശങ്ക കൂടിയുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഇനി BLOമാർ ചേർക്കുന്നത് മുഴുവൻ ചേർക്കണം. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, നമ്മളൊരു വലിയ AI കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ഇത്തരത്തിലുള്ള ഡാറ്റ വന്നു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കുറേ ആൾക്കാരെ വിട്ടിട്ട് ചേർപ്പിക്കാൻ വേണ്ടി വിടുമ്പോൾ ആ വരുന്ന ഡാറ്റയുടെ സാങ്ക്ടിറ്റി എന്താണെന്ന് പരിശോധിക്കാൻ ഇന്ന് എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. ഒരു എക്സൽ ഷീറ്റ് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 0 വീട് നമ്പറുകൾ ഇങ്ങോട്ടേക്ക് ലക്ഷക്കണക്കിന് വീട് നമ്പർ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അറിയാൻ സാധിക്കുമല്ലോ. ഒരു എക്സൽ ഷീറ്റൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്വർട്ടി ബോർഡും അല്ലെങ്കിൽ DPP എന്നൊക്കെ പറയുന്ന കുറേ സംഖ്യകളുടെ അച്ഛന്മാരൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ അച്ഛൻ DPPയും ക്വർട്ടിയും അതുപോലെ തന്നെ DFG ഒക്കെ വരുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പേരുകൾ ഉണ്ടാവുമോ എന്നുള്ളതൊരു പഠനം, ഒരു കൗതുകത്തിനെങ്കിലും നോക്കണമല്ലോ. അപ്പം ഇതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെയോ കിട്ടുന്നത് എടുത്തു വെച്ചൊരു തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സാധുത പകർന്നിരിക്കാം. അദ്ദേഹം പറയാതെ പറയുകയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണ്. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്യുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്യുന്നതിൽ വരുന്ന ബെനിഫിഷ്യറി മുഴുവൻ BJP ആയി മാറുന്നതല്ല. നിങ്ങൾ പോയിട്ട് കർണാടകയിൽ പോയി ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വീടുകൾ ആ റൂമിൽ ഉൾപ്പെടെ 80 വോട്ടുകൾ ഉള്ളിടത്ത് പോയി സ്റ്റോറി പലരും ചെയ്തല്ലോ. അവിടുത്തെ ആ പറയുന്ന ജയറാം റെഡ്ഡി എന്ന് പറയുന്ന ആൾ BJPക്കാരനാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇന്ന് മറ്റൊരു മാധ്യമം അതിന് തൊട്ടപ്പുറത്ത്
ഒരു ഒറ്റ മുറിയിൽ 300 ചില്ലാനം വീടുകൾ ചേർത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുന്നു അവിടെയും ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ BJP കാരനാണ്. അപ്പോൾ നാട്ടിൽ ഈ നടക്കുന്ന കള്ളവോട്ടുകൾ ചേർക്കുന്നതെല്ലാം, അസ്വാഭാവിക വോട്ടുകൾ ചേർക്കുന്നതെല്ലാം BJP കാരായി മാറുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ ഈ എന്താ പറയുക, റായ്ബറേലിയിൽ അവരെത്രോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അവർക്ക് പരാതിയില്ല, കാരണം അതവർക്കറിയാം. രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു കള്ളവോട്ടുകളിലൂടെയാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കി പറയുന്നവരാണ് ഇവർ, ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നവരാണ്. അപ്പം ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് പരാതി ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? ഇവർ മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമായതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞവർ, ഈ സ്മൃതി ഇറാനി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഉൾപ്പെടെ മത്സരിച്ചത് മണ്ഡലങ്ങളിലാണല്ലോ ഇപ്പോൾ ഇവർ പറയുന്നത്. അപ്പോൾ ഇവർക്കത് കണ്ടു. അവിടെ എന്താ സംഘടനയില്ലേ? അവിടെ സംഘടന ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുക എന്നുള്ള ഇവരുടെ കണക്കായിട്ട് മാറുകയാണ്. നോക്കൂ, ADR-ഉം VDF-ഉം ഉൾപ്പെടെ പറഞ്ഞ കണക്കുകൾ നിങ്ങൾ നോക്കൂ. തെരഞ്ഞെടുപ്പ് ദിവസം വന്നു വൈകുന്നേരം പ്രഖ്യാപിച്ച കണക്കും ഔദ്യോഗികമായി ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും വലിയ സാങ്കേതിക വിദ്യകളുള്ള സമയത്ത്, കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളെല്ലാം ഉള്ള സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കേണ്ട ഒറിജിനൽ ആയിട്ടുള്ള ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വോട്ടിൻ്റെ കണക്ക് പ്രഖ്യാപിക്കേണ്ടത് 11 ദിവസവും 5 ദിവസവും കഴിഞ്ഞാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ 7 ഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ച കണക്കും തമ്മിൽ 5 കോടി വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. അങ്ങ് ഇവിടെ സൂചിപ്പിച്ച 86,000 വോട്ട് കേരളത്തിൽ ആ വ്യത്യാസമുണ്ടെന്നുള്ളതും അത് തൃശ്ശൂരാണെന്നും നേരത്തെ പറയപ്പെട്ടതും എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. 5 കോടി വോട്ടുകൾ ആ പ്രഖ്യാപിച്ച ദിവസവും പിന്നീട് വന്നതായിട്ട് വ്യത്യാസം ഉണ്ടായി. ഓരോ സംസ്ഥാനത്തും 10 മുതൽ 12.5% വരെയായിരുന്നു വോട്ട് കണക്കിൻ്റെ വ്യത്യാസം. സാധാരണ ഉണ്ടാകുന്നത് 0.25%. ചെറിയ വ്യത്യാസം വരും, 0.25%. മധ്യപ്രദേശ്, ഗുജറാത്ത്, അതുപോലെ തന്നെ രാജസ്ഥാൻ, അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം 12%-ത്തിനടുത്ത് വ്യത്യാസമുണ്ട്. അവിടെയെല്ലാം BJP ക്ലീൻ സ്വീപ്പാണ്. കർണാടകയിലെ മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിലൊക്കെ മാത്രം അല്ല, ഞാനൊന്ന് പറഞ്ഞു കൊടുത്താം. ആഷ്മി ഞാനിലേക്ക് പറയാം. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. അപ്പൊ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്രമാത്രം വ്യത്യാസം ഉണ്ടായപ്പോൾ BJP തൂത്തുവാരി. ഉത്തർപ്രദേശിൽ അത് 0.25% കണക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഉത്തർപ്രദേശിൽ 0.25% പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഉത്തർപ്രദേശിൽ മുഴുവൻ BJP തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു ടെസ്റ്റ് കേസാണ്. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടായാൽ BJPക്ക് സംഭവിക്കുന്നത് എന്ത് എന്നുള്ളതും 10 മുതൽ 12% വരെയുള്ള വ്യത്യാസത്തോടു കൂടി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടപ്പോൾ BJPക്ക് ലഭിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് വരുന്നു. പിന്നെ അങ്ങ് സൂചിപ്പിച്ച കർണാടകയിലെ മന്ത്രിയുടെ കാര്യം, ഞങ്ങളിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എല്ലാവരും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചത് ആ പാർലമെന്റ് സെഷനിൽ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കാര്യോപദേശക സമിതി വിളിച്ചിരുന്നപ്പോൾ സമയത്ത് ഒറ്റേറെ സമയം യുവരാജ് ഗോകുലിന് കൊടുത്തു. എനിക്ക് അല്പം പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരാൾ രാജിവെച്ച് പോയതിനു ശേഷം ഇന്ത്യയിലെ ഒരു മാധ്യമവും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അങ്ങനെ നടക്കുന്ന ഒരു ഭരണമാണ്, മനസ്സിലായില്ലേ? അങ്ങനെ നടക്കുന്ന ഒരു ഭരണത്തിൽ ഞങ്ങളുടെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾ ഡിസോൺ ചെയ്യുന്നു. ഇപ്പൊ ഹെഗ്ഡേവാർ കോൺഗ്രസ് ആയിരുന്ന ആള് പിന്നീട് മാറിയിട്ട് ബ്രിട്ടീഷ് സർക്കാരിന് സഹായം ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ കൂടി ഇല്ലേ? അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടോ? ഇല്ല. ഓക്കെ, ഞാൻ സുൽകുമാർ, ഇത് നമ്മുടെ കേരളം പരാജയപ്പെട്ടില്ല, അത് വിജയിക്കുകയാണ് ചെയ്തത്.